നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പേരാമ്പ്ര സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ പരിസ്ഥിതി വഹിച്ച പങ്ക് വളരെ വലുതാണ്. പരിസ്ഥിതിയെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് മനുഷ്യ സമൂഹം നാളുകളെ മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ അനിയന്ത്രിതമായ പരിസ്ഥിതിക്ക് മേലുള്ള കടന്നുകയറ്റവും ചൂഷണവും വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് നമ്മുടെ ലോകത്ത് ഇന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാ വിശദാംശങ്ങളെയും ഞാൻ കടക്കുന്നില്ല. ഒരു ഉദാഹരണം മാത്രം നമ്മൾ മുന്നിലുണ്ട്. അത് കാലാവസ്ഥാ വ്യതിയാനമാണ്. ഈ വർഷത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽ അത് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ ഈ വർഷം കഴിഞ്ഞ വർഷം ലഭിച്ചതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്നത്. കാലവർഷം നേരത്തെ എത്തും. പറഞ്ഞതുപോലെ തന്നെ കാലവർഷം നേരത്തെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് വരെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും റെഡ് അലർട്ടായിരുന്നു. അതിതീവ്ര മഴ പെയ്യുന്ന ജില്ലകൾ, തീവ്ര മഴ പെയ്യുന്ന ജില്ലകൾ അങ്ങനെ വേർതിരിച്ചുകൊണ്ട് വിവിധ കാറ്റഗറിയായി തിരിച്ചുകൊണ്ട് 4-5 ജില്ലകളെ റെഡ് കാറ്റഗറി ഉൾപ്പെടുത്തി. പ്രിൻസിപ്പൽ ഇൻചാർജ് G. ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമൂഹത്തോടും ഞാൻ ജീവിക്കുന്ന പരിസ്ഥിതിയോടും ജീവന്റെ ഉറവിടമായ ഭൂമിയോടും ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ഇല്ല എന്ന് ഈ പരിസ്ഥിതിത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാൻ AK തറുവൈ ഹാജി, സ്റ്റാഫ് സെക്രട്ടറി ഷിജുകുമാർ T എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഫുഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് HOD PK അബ്ദുൾ മാലിക് സ്വാഗതവും വിദ്യാർത്ഥി പ്രതിനിധി ഹരിഗോവിന്ദ് നന്ദിയും പറഞ്ഞു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വീട്ടിൽ ഒരു കറിവേപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി കോളേജ് പരിസരത്തെ വീടുകളിൽ കറിവേപ്പിൻ തൈ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.